ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിചാരിച്ച പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഷൈനിയുടെ പേരിൽ ഒരു ചാരിറ്റി തുടങ്ങുമെന്നുള്ള കാര്യം അത് വിചാരിച്ചു, അത് അതുപോലെ നടന്നു. ഞാൻ മറ്റൊന്നും കൊണ്ടല്ല ഈ പറയുന്നത്. ഷൈനിയുടെ പേരിൽ എന്തുകൊണ്ട് ഒരു ചാരിറ്റി തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷൈനി എടുത്തൊരു കടമുണ്ടല്ലോ, അതായത് കുടുംബശ്രീയിൽ നിന്ന് എടുത്ത കടം വീട്ടേണ്ട ഉത്തരവാദിത്തം ഷൈനിക്കാണോ? നിങ്ങൾ തന്നെ പറ. അല്ല എന്ന് ഞാൻ പറയും. കാരണം ഷൈനിക്ക് വേണ്ടി എടുത്ത ഒരു കടമേ അല്ല അത്. ഷൈനിക്ക് വേണ്ടി എടുത്ത കടമല്ല, ഷൈനിയുടെ അപ്പനെ ചികിത്സിക്കാൻ എടുത്ത കടമല്ല, ഷൈനിയുടെ അമ്മയെ ചികിത്സിക്കാൻ എടുത്ത കടമേ അല്ല, ഷൈനിയുടെ പിള്ളേർക്ക് വേണ്ടി എടുത്ത കടമല്ല. ഈ കടം എടുത്തത്, അതായത് കുടുംബശ്രീയിൽ നിന്ന് പൈസ എടുത്തത് ഈ പറയുന്ന കള്ളപ്പാതിരിക്ക് മുകളിൽ, ആ വീടിന്റെ മുകളിൽ വീട് കെട്ടാനും അവനെ AC-യിൽ ഇരുത്താനും വേണ്ടിയാണ്. അത് മാത്രവുമല്ല, ഈ പറയുന്ന വീട്ടിലെ കാരണവരുടെ ചികിത്സയ്ക്കും ആ വീട്ടിലേക്ക് വേണ്ടിയാണ്, നോബിയുടെ വീട്ടിലേക്ക് വേണ്ടിയാണ് ആ പൈസ എടുത്തത്. ആ പൈസയിൽ ഒരു പൈസ പോലും തിരിച്ചടയ്ക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അതായത് നോബിയും ഈ പാതിരി ഒന്നും ചെയ്തില്ല. എല്ലാം അടച്ചത് ഈ പറയുന്ന ഷൈനി തന്നെയാണ്. അവിടെ കുടുംബശ്രീയിലെ 13 സ്ത്രീകളുണ്ട്. അവരെല്ലാം കൂടെ ഒപ്പിട്ടതിന് ശേഷമാണ് ഈ ഒരു പൈസ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇവർക്കാണ്, ഈ സ്ത്രീകൾക്കാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന ചാരിറ്റി മുഖേന പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പ്രയോജനമാവുമെങ്കിലും ഇവിടെ കള്ളന്മാരെ സംരക്ഷിക്കുന്നതിന് തുല്യമായി മാറും. ഇവിടെ ഈ പറയുന്ന കള്ളപ്പാതിരിയും നോബിയും ക്രിമിനൽസ് ആണ്, അവരുടെ കുടുംബവും ക്രിമിനൽസ് ആണ്. അവരെയാണ് സംരക്ഷിക്കുന്ന രീതിയിലേക്ക് ഇവർ ഈ ഒരു പൈസ കൊടുക്കുമ്പോൾ ചെയ്യുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തോ ഒരു ഇടുക്കി പ്രവാസി ഒരു കൂട്ടായ്മ ഉണ്ട്, ചാരിറ്റി ട്രസ്റ്റ് എന്ന് പറഞ്ഞുള്ള ഒരു കൂട്ടായ്മ. അവരാണ് ഇപ്പോൾ ഈ ഷൈനിയുടെ ഈ പറയുന്ന കുടുംബശ്രീയിലെ പൈസ അവർ കൊടുക്കാമെന്നുള്ള ഒരു രീതിയിലേക്ക് അവരെത്തിയിരിക്കുന്നത്. എന്തായാലും അവർ വെച്ചിരിക്കുന്ന അവരുടെ ആ ഒരു ലെറ്റർ ഞാനൊന്ന് വായിക്കാം. ഷൈനി കുടുംബശ്രീ യൂണിറ്റിൽ നിന്നും കടമെടുത്ത തുകയിൽ നിന്നും ബാക്കിയായ 95,225 രൂപ ഇടുക്കി ചാരിറ്റബിൾ ഗ്രൂപ്പ് നൽകാമെന്ന് ഞങ്ങൾ അവരെ അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കുടുംബശ്രീ പ്രസിഡന്റ് അശ്വതി അജിമോൻ അയച്ചു തന്ന ഷൈനിയുടെ കണക്കിന്റെ വിവരങ്ങൾ താഴെ പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ പറയുന്ന ഷൈനി എടുത്ത തുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് ബാക്കിയുള്ള 95,225 രൂപയുടെ കണക്കുമൊക്കെ വെച്ച് അവരങ്ങോട്ട് പിരിപ്പ് തുടങ്ങിയിട്ടുണ്ട്. പിരിക്കുന്നതൊക്കെ നല്ലതാണ്. അത് ഏത് കാര്യത്തിനാണ്? നല്ല കാര്യങ്ങൾക്ക് ചെയ്യണം. ഇവിടെ ഈ ഷൈനിയുടെ പേരിൽ ഷൈനിയുടെ ഫോട്ടോയും വെച്ച് പിരിക്കുന്നത് കള്ളന്മാർക്ക് വേണ്ടിയാണ്. അത് ഒരിക്കലും അനുവദിച്ച് തരത്തില്ല. അത് അനുവദിച്ച് തരാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ ഈ പറയുന്ന ഷൈനിയുടെ പേരിൽ കിടക്കുന്ന കുടുംബശ്രീയിലെ പൈസ അയച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് തീർക്കാനായിട്ട് ഷൈനിയുടെ ഫോട്ടോ വെച്ച് നിങ്ങൾ ഒരിക്കലും അത് പിരിക്കേണ്ട കാര്യമില്ല. ഷൈനിയുടെ പേര് വെച്ച് പിരിക്കേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾ പിരിക്കുന്ന പൈസ നിങ്ങൾ ഈ പറയുന്ന നോബിക്കും ഈ പാതിരിക്കും അവരുടെ കുടുംബത്തിനും സപ്പോർട്ടായിട്ട് വരത്തേ ഉള്ളൂ. ഈ കള്ളന്മാരെ നിങ്ങൾ എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിക്കേ ഇത് വരത്തുള്ളൂ. ആണ് നിങ്ങൾ ഈ പറയുന്ന ഷൈനിക്കല്ല നിങ്ങൾ ഈ പൈസ കൊടുക്കുന്നത്. ഷൈനിയുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഷൈനിയുടെ ആവശ്യങ്ങൾക്കോ വേണ്ടി എടുത്ത പൈസ അല്ല. ഇവിടെ ഈ പറയുന്ന കുടുംബശ്രീയിലെ സ്ത്രീകൾക്ക് അതുകൊണ്ടൊരു അവർക്കൊരു കുഴപ്പമുണ്ടാകത്തില്ല. കാരണം അവർക്ക് അത്രയും പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഈ കേസിൽ നിന്നോ അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു തലനോവ് അങ്ങ് ഒഴിഞ്ഞു കിട്ടുമായിരിക്കാം. പക്ഷെങ്കിൽ ഷൈനിയുടെ പേരും വെച്ച് ഷൈനിയാണ് ആ കടം എടുത്തത്, ഷൈനിക്കാണ് ആ കടം വീട്ടാനുള്ള ബാധ്യത എന്ന രീതിയിലേക്ക് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ച് ഈ പറയുന്നിടത്ത് ഈ കുടുംബശ്രീയിലേക്ക് കൊടുക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ ഒട്ടും യോജിക്കുന്നുമില്ല. ഈ പറയുന്ന കുടുംബശ്രീക്കാരേലും ഒന്ന് വിചാരിക്കണം. ഈ പറയുന്ന നോബിക്കും പാതിരിക്കുമാണ് ഇതിന്റെ ഉത്തരവാദിത്വം. അവരാണ് പൈസ വീട്ടേണ്ടത്. അവരല്ലേ വീട്ടേണ്ടത്? എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ തന്നെ പറ. ഈ പൈസ വീട്ടേണ്ട ഉത്തരവാദിത്വം ഈ പറയുന്ന നോബിക്കും കുടുംബത്തിനുമാണ്. ഈ പറയുന്ന ഷൈനിയുടെ സ്ത്രീധനത്തിന്റെ തുക കിടപ്പുണ്ടല്ലോ, എടുത്തുകൊണ്ട് വീട്ടിലോ. അതോടൊപ്പം തന്നെ ഷൈനിയുടെ സ്വർണം കൊണ്ടൊക്കെ പണയം വെച്ചിട്ടില്ലേ? അതോടൊപ്പം തന്നെ ഷൈനി ഇത്രയും നാൾ നിന്റെ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടതിന്റെ കൂലിയില്ലയോ? കൊണ്ട് വീട്ടിലോ. അതൊന്നും ചെയ്യാതെ എന്തിനാണ് നിങ്ങളിപ്പോൾ ഷൈനിയുടെ ഫോട്ടോയും വെച്ച് ഷൈനി കുടുംബശ്രീയിൽ നിന്ന് പൈസ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പിരിച്ചു കൊണ്ടുവന്ന് ഈ കുടുംബശ്രീയിൽ അടയ്ക്കേണ്ട കാര്യം? എനിക്ക് അതിനോട് ഒട്ടും യോജിപ്പില്ല. ഈ പറയുന്ന സംഘടന പ്രവാസി സംഘടന പോലത്തെ സംഘടനക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു പൈസ ഷൈനിയുടെ പേരിൽ പിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മകന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ മകന് വേണ്ടി കൊടുക്കുക, ആ എഡ്വിന് വേണ്ടി കൊടുക്കുക. അതാണ് ചെയ്യണം. അല്ലാതെ ഈ പറഞ്ഞ ഇവന്മാർക്ക് വേണ്ടി ഈ കള്ളപ്പാതിരിക്ക് കയറി സൂചിച്ച് കിടക്കാൻ ഉണ്ടാക്കിയ വീടിന് വേണ്ടി പിരിച്ച് നാട്ടുകാരുടെ നിന്ന് പിരിച്ച് അത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ അവിടെ ഇരുന്ന് മുന്തിരിങ്ങ ഈ AC-ക്കകത്തിരുന്ന് മുന്തിരിങ്ങ കയറ്റാനും അവന് മുകളിലേക്ക് ഈ പറയുന്ന ഷൈനിയെ വിളിച്ച് കയറ്റാനും അത് കഴിഞ്ഞതിന് ശേഷം ഈ ഷൈനയുടെ മറ്റേ കൊച്ചിനെയും വിളിച്ച് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ആ നാറിക്ക് വേണ്ടി കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എനിക്കിഷ്ടമല്ല. എനിക്ക് ഒട്ടും താല്പര്യവുമില്ല. ഇങ്ങനെയുള്ള പ്രവാസി സംഘടനകളും ഇങ്ങനെയുള്ള ചാരിറ്റിയൊക്കെ ചെയ്യുന്നവരൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വീടില്ലാത്തവർക്ക് വീട് വെക്കി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും രോഗികളെ സഹായിക്കുന്നുണ്ട്. എല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഷൈനിയുടെ ഫോട്ടോയും വെച്ച് ഷൈനിയാണ് നിങ്ങൾ സഹായിക്കുന്നു, അല്ലെ ഷൈനിയുടെ കടം ഞങ്ങൾ വീട്ടുന്നു എന്ന രീതിയിൽ നിങ്ങൾ ചെയ്യണ്ട. ഷൈനി സ്വന്തമായിട്ട് ഷൈനിക്ക് വേണ്ടി ഒരു കടം എടുത്തതല്ല. ഈ പറയുന്ന നാറുകൾക്ക് വേണ്ടി കടം എടുത്തിട്ട് ഈ ഷൈനി ജോലി ചെയ്ത് ആ കടം വീട്ടിയതാണ്. ആ വീട്ടിയാണ് ഇപ്പോൾ 4 ലക്ഷത്തോളം 3 സംതിങ് 4 ലക്ഷത്തോളം കടമുണ്ടായിരുന്നു.
അതിലിപ്പം 95,225 ഉള്ളൂ. ബാക്കി വീട്ടിൽ ആരാ? ഈ ഷൈനിയൊക്കെയാണ്. ഈ കള്ളപ്പാതിരിയുടെ അക്കൗണ്ടിലേക്ക് നോബി അയച്ചു കൊടുത്തതാ പൈസ ഒന്നും. പക്ഷെ ഒരു പൈസ പോലും തിരിച്ചു കൊടുത്തിട്ടില്ല. ഈ പറയുന്ന ഷൈനി ഈ പലയിടത്തും ജോലി ചെയ്തേണ്ട പൈസയാ കൊണ്ടിട്ട് വീട്ടിയത്. ഇവിടുന്ന് ഈ പറയുന്ന നോബിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി സ്വന്തം വീട്ടിൽ പോയപ്പോഴും അവിടെ റോസ്മെറ്റിക്കയിൽ ജോലി ചെയ്തിട്ട് 16,000 കിട്ടിയതിൽ നിന്ന് 10 രൂപ കൊടുത്തതാ ഈ കുടുംബശ്രീയിലേക്ക്. എന്നിട്ട് എന്തിനാണ് ഈ പറയുന്ന ഷൈനിയുടെ പേരിൽ ഫോട്ടോ വെച്ച് പിരിച്ച് കൊടുക്കുന്നത്? എനിക്ക് ഒട്ടും താല്പര്യമില്ല. അത് നിങ്ങൾ ഈ പറയുന്ന ഈ കൊലപാതകളെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. ഇവരെ നിങ്ങൾ സംരക്ഷിക്കുകയാണ്. നിങ്ങൾ ആർക്ക് വേണ്ടി സംരക്ഷിക്കുന്നു? സംരക്ഷിക്കാൻ പാടില്ല. ഇവന്മാരടയ്ക്കണം ആ പൈസ. അതാണ് വേണ്ടത്. അല്ല എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ തന്നെ പറയൂ. നിങ്ങൾ ഇതിനകത്ത് കമൻ്റ് ഇടൂ. നിങ്ങൾ പറയൂ, നിങ്ങളുടെ ആ പ്രതികരണം പറയൂ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഈ ചാരിറ്റി സംഘടന പിരിക്കുന്നത് നോബിക്കും ഈ പറയുന്ന പന്നപ്പാതിരി ബോബിക്കും അവരുടെ കുടുംബത്തിലെ മറ്റേ ശർക്കര തള്ളയ്ക്കും അതോടൊപ്പം തന്നെ ആ കള്ളക്കണ്ണീര് ഒഴുക്കിയ തന്തയുണ്ടല്ലോ അങ്ങാർക്കും വേണ്ടിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ഷൈനിക്കല്ല ഇത് പിരിക്കുന്നത്. ഷൈനിക്ക് നിങ്ങൾ പിരിക്കുന്ന ഷൈനിയുടെ പേരിൽ നിങ്ങൾ ഷൈനിയുടെ മക്കളെ ഫോട്ടോ വെച്ച് പിരിക്കുന്നുണ്ടെങ്കിൽ ഈ പൈസ പോകേണ്ടത് ആർക്കാണ്? ആ മകനാണ്, എഡ്വിന്. ആ മകന് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്കൊരു കാര്യവുമില്ല. പക്ഷെങ്കിൽ കുടുംബശ്രീയിലേക്ക് കൊടുക്കുമ്പോൾ ഷൈനി കടം മേടിച്ച് കൂട്ടിയ പോലാണ് നിങ്ങൾ ആ ഷൈനെ ചിത്രീകരിക്കുന്നത്. അതിൻ്റെ താല്പര്യം ഇവിടെ ഇല്ല. അത് ഇവിടെ ഒട്ടും അങ്ങോട്ട് താല്പര്യമില്ല. സത്യത്തിൽ പറയുകയാണ്, ഇതുപോലുള്ള ചാരിറ്റി സംഘടനകളൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ കാണിച്ചത് എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കള്ളപ്പാതിരിയെയും ഈ പറയുന്ന കള്ളനായ നോവിയെയും കുടുംബത്തെയൊക്കെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ അതിവിടെ വില പോകത്തില്ല. നാട്ടുകാർ അതിന് സമ്മതിക്കത്തില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.